ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കൊച്ചിയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ ഗതാഗത ഭൂപടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തെക്കുറിച്ചാണ്. അതാണ് വൈറ്റില മൊബിലിറ്റി ഹബ്. കൊച്ചിയുടെ ഹൃദയം എന്ന് ഇതിനെ വിളിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ജംഗ്ഷൻ കൂടിയാണ് വൈറ്റില. നമ്മൾ ഇവിടെ ഒരു വലിയ സ്വപ്നത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വൈറ്റില ഹബിന്റെ രണ്ടാം ഘട്ടം. ഈ ചോദ്യം ഇന്ന് എല്ലാ കൊച്ചിക്കാരെയും അലട്ടുന്ന ഒന്നാണ്. ആ വലിയ സ്വപ്നം എവിടെ എത്തി നിൽക്കുന്നു? വൈറ്റില മൊബിലിറ്റി ഹബ് എന്നത് ഒരു സാധാരണ ബസ് സ്റ്റാൻഡ് അല്ല. ഇത് പലതരം ഗതാഗത മാർഗങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. ബസ്, മെട്രോ ട്രെയിൻ, വാട്ടർ മെട്രോ എന്നിവയെല്ലാം ഇവിടെ ഒരുമിച്ച് ചേരണം എന്നതായിരുന്നു പ്രധാന കൺസെപ്റ്റ്. ഈ ആശയം കേരളത്തിന് ഒരു പുതിയ മാതൃകയായിരുന്നു. കൊച്ചിയിലെ വലിയ ട്രാഫിക് ബ്ലോക്ക് കുറയ്ക്കാൻ ഈ ഹബ്ബ് സഹായിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. ഏകദേശം 37 ഏക്കറിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത്. 2011 വൈറ്റില ഹബിന്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തത്. ഇത് വളരെ വേഗത്തിൽ പൂർത്തിയാക്കിയ ഒരു പ്രൊജക്റ്റായിരുന്നു. കൃഷി വകുപ്പിന്റെ തെങ്ങ് ഗവേഷണ കേന്ദ്രം വക സ്ഥലം ഏറ്റെടുത്താണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. കാടും ചതുപ്പും കയറിക്കിടന്ന ഭൂമി 72 ദിവസത്തിനുള്ളിൽ ബസ് ടെർമിനലായി മാറി. ആദ്യഘട്ടം പൂർത്തിയാക്കിയപ്പോൾ KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഇവിടെ എത്തി. കൊച്ചിയിലെ ഒരു പ്രധാന ട്രാൻസിറ്റായി വൈറ്റില മാറി. എന്നാൽ ഇതൊരു താൽക്കാലിക ടെർമിനൽ മാത്രമായിരുന്നു. ഇതിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. കാത്തിരിപ്പ് കേന്ദ്രം, ശുചിമുറി, പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവയെല്ലാം യാത്രക്കാരുടെ എണ്ണത്തിനനുസരിച്ച് മതിയാകാതെ വന്നു. ഇവിടെയാണ് രണ്ടാം ഘട്ടത്തിന്റെ ആവശ്യം വരുന്നത്. കൂടുതൽ യാത്രക്കാർ വന്നതോടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമായി മാറി. ഹബിന്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ ഉപയോഗിക്കണമെങ്കിൽ രണ്ടാം ഘട്ടം കൂടിയേ തീരൂ. വൈറ്റില മൊബിലിറ്റി ഹബിന്റെ രണ്ടാം ഘട്ടം എന്നത് വളരെ അംബീഷ്യസ് ആയ ഒരു പദ്ധതിയായിരുന്നു. ഇത് വെറും ബസ് ടെർമിനലിനെ ഒരു ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ഒരു സ്വപ്നമായിരുന്നു. ഇത് യാഥാർത്ഥ്യമായാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബസ് ടെർമിനലുകളിൽ ഒന്നായി വൈറ്റില മാറിയേനെ. ഏകദേശം 590 കോടി രൂപയായിരുന്നു ഈ വികസനത്തിനായി കണക്കാക്കിയിരുന്നത്. മൊത്തം 25 മുതൽ 26 ഏക്കർ വക സ്ഥലത്താണ് ഈ പ്രൊജക്ട് പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചത്. മൊത്തം ഭൂമിയുടെ 27% മാത്രമാണ് നിർമ്മാണത്തിനായി ഉപയോഗിക്കാൻ ആദ്യം തീരുമാനിച്ചത്. ബസ്സുകൾ, മെട്രോ, വാട്ടർ മെട്രോ എന്നിവയെല്ലാം പരസ്പരം എളുപ്പത്തിൽ ബന്ധിപ്പിക്കണം. യാത്രക്കാർക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കാൽനടയായി എളുപ്പത്തിൽ പോകാൻ കഴിയണം. ഹബിനെ റെയിൽവേ സംവിധാനവുമായി ബന്ധിപ്പിക്കാനും ആദ്യ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് DPRൽ നിർദ്ദേശമുണ്ടായിരുന്നു. രണ്ടാം ഘട്ടത്തിൽ യാത്രക്കാർക്ക് എല്ലാ സൗകര്യങ്ങളും നൽകാൻ തീരുമാനിച്ചിരുന്നു. ഈ 5 സ്റ്റാർ റേറ്റിംഗ് കോംപ്ലക്സിൽ ഉൾപ്പെടുത്താൻ പല പ്രധാന കാര്യങ്ങളും തീരുമാനിച്ചിരുന്നു. 3 തരം ബസ്സുകൾക്ക് പ്രത്യേക ടെർമിനലുകൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു. സിറ്റി ബസ്സുകൾ, നഗരത്തിനുള്ളിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക്, റീജിയണൽ ബസ്സുകൾ, ജില്ലയ്ക്ക് അകത്തും അടുത്ത ജില്ലയിലേക്കും പോകുന്ന ബസ്സുകൾക്ക്, ഇന്റർസ്റ്റേറ്റ് ബസ്സുകൾ, അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ലക്ഷറി ബസ്സുകൾക്ക്. ഇവയ്ക്ക് പ്രത്യേകം എൻട്രി എക്സിറ്റ് ഫെസിലിറ്റി ഒരുക്കാൻ ഉദ്ദേശിച്ചു. 101 ബസ് ബേകളായിരുന്നു പ്രപ്പോസൽ. മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കുക. ഏകദേശം 1500 കാറുകൾക്കും 2500 ഇരുചക്ര വാഹനങ്ങൾക്കും നിർത്തിയിടാൻ കഴിയുന്ന വലിയ പാർക്കിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കണം. 3 നിലകളിലായി 400 കാറുകൾക്ക് പാർക്ക് ചെയ്യാമെന്ന് മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നു. മെക്കാനിക്കൽ സിസ്റ്റം വഴിയും കൂടുതൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കാൻ പ്ലാൻ ചെയ്തു. ബിസിനസ് സൗകര്യങ്ങളുടെ ഭാഗമായി ഒരു വലിയ കൺവെൻഷൻ സെന്റർ, കിയോസ്കുകൾ, മറ്റു വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ഹബിന്റെ ഭാഗമായി വരും. ഇത് ഹബിന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും സഹായിക്കും. മൊത്തം സ്ഥലത്തിന്റെ 39% ഗ്രീൻ സ്പേസിനായി നീക്കിവെക്കാൻ പ്ലാൻ ചെയ്തു. മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും മഴവെള്ള സംഭരണി ഉണ്ടാക്കാനും ഉദ്ദേശിച്ചിരുന്നു. ഫ്യൂവൽ സ്റ്റേഷൻ, ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ, ബസ്സുകൾക്കുള്ള സർവീസിംഗ് സെന്ററുകൾ എന്നിവ ലോക നിലവാരത്തിൽ ഒരുക്കണം. എല്ലാ ഗതാഗത മാർഗങ്ങളിലും ഉപയോഗിക്കാവുന്ന സ്മാർട്ട് കാർഡ് സിസ്റ്റം നടപ്പിലാക്കാനും ലക്ഷ്യമിട്ടു. ഈ പ്ലാൻ കേട്ടാൽ തന്നെ അറിയാം ഇത് എത്ര വലിയൊരു വികസനമാണ് കൊച്ചിക്ക് വേണ്ടി കരുതി വെച്ചത് എന്ന്. 2018 കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് രണ്ടാം ഘട്ടത്തിന്റെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയത്. IPE ഗ്ലോബൽ ലിമിറ്റഡ് എന്ന ഏജൻസിയാണ് ഇതിനായുള്ള കോൺട്രാക്ട് ഏറ്റെടുത്തത്. 1.2 കോടി രൂപയായിരുന്നു ഇതിനുള്ള കരാർ തുക. 2019 KMRൽ സമർപ്പിച്ച DPRന് വൈറ്റില മൊബിലിറ്റി ഹബ് ഗവേണിംഗ് കൗൺസിൽ അംഗീകാരം നൽകി. മുഖ്യമന്ത്രി അധ്യക്ഷനായ ഈ കൗൺസിൽ പദ്ധതി മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് അയച്ചു. അംഗീകാരം കിട്ടിയാൽ 2 വർഷത്തിനുള്ളിൽ, അതായത് 2021 പദ്ധതി പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. ഈ മെഗാ പ്രൊജക്ടിന് പണം കണ്ടെത്താനായി ഒരു പ്രത്യേക മോഡലാണ് തീരുമാനിച്ചത്. ഫ്രഞ്ച് ഡെവലപ്മെന്റ് ഏജൻസി വായ്പ നൽകും. വിദേശ വായ്പ ലഭിക്കാനുള്ള വാഗ്ദാനം നിലനിന്നിരുന്നു. ഇതിനോടൊപ്പം പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഉറപ്പാക്കും. 2020 ചേർന്ന ഗവേണിംഗ് ബോഡി യോഗം സ്വകാര്യ പങ്കാളിത്തത്തോടെ രണ്ടാം ഘട്ടം നടപ്പാക്കാൻ വീണ്ടും തീരുമാനിച്ചു. സർക്കാർ ഫണ്ടും ഹബ് സൊസൈറ്റിയുടെ വിഹിതവും ഉണ്ടാകും. 118 കോടി രൂപ ഹബ് സൊസൈറ്റി ചെലവിടുമെന്ന് 2019 റിപ്പോർട്ട് വന്നിരുന്നു. ഇങ്ങനെ പല വഴികളിലൂടെ പണം കണ്ടെത്തി വേഗത്തിൽ പണി പൂർത്തിയാക്കാനായിരുന്നു പ്ലാൻ. എന്നാൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ടു പോയില്ല. 2025 രണ്ടാം ഘട്ടം പ്രൊജക്ട് എങ്ങും എത്താതെ കിടക്കുന്നു. പ്രതീക്ഷിച്ച വികസനം നടക്കാത്തതുകൊണ്ട് യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടിലാണ്. 590 കോടിയുടെ ഈ പ്രൊജക്ട് ഇപ്പോൾ ഡോൾഡ്രംസ് എന്ന അവസ്ഥയിലാണ്. പദ്ധതി യാഥാർത്ഥ്യമാകാൻ സാധ്യതയില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. ഫ്രഞ്ച് ഏജൻസിയിൽ നിന്നുള്ള വായ്പയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. പിന്നീട് നീതി ആയോഗ് വിദേശ സഹായം എന്ന നിർദ്ദേശം തള്ളിക്കളഞ്ഞു.
ഇതോടെ പ്രധാന ഫണ്ടിംഗ് സ്രോതസ് ഇല്ലാതായി. ഹബ് സൊസൈറ്റിക്ക് പണം കണ്ടെത്താൻ കഴിയാതെ വന്നു. വൈറ്റില മൊബിലിറ്റി ഹബ് സൊസൈറ്റി ഒരു സൊസൈറ്റിയായി പ്രവർത്തിക്കുന്നിടത്തോളം കാലം അവർക്ക് വലിയ വായ്പകൾ എടുക്കാൻ നിയമപരമായ പരിമിതികളുണ്ട്. വായ്പയെടുക്കാനും സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കാനും സൊസൈറ്റിയെ ഒരു കമ്പനിയായി റീ രജിസ്റ്റർ ചെയ്യണം. ഇതിനെക്കുറിച്ചുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ ഇത്രയും കാലമായിട്ടും എടുത്തിട്ടില്ല. ഈ തീരുമാനമില്ലായ്മയാണ് പ്രൊജക്ട് തുടങ്ങാൻ പറ്റാത്തതിന്റെ പ്രധാന കാരണം. രണ്ടാം ഘട്ടത്തിനായി നീക്കിവെച്ച സ്ഥലത്ത് 2.9 ഏക്കർ KSRTCക്ക് പുതിയ ബസ് ടെർമിനലിന് വേണ്ടി നൽകാൻ തീരുമാനിച്ചു. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന് പകരമായി ഭൂമി കൈമാറ്റം വഴിയാണ് ഇത് നടക്കുന്നത്. ഈ മാറ്റം വന്നതോടെ വലിയ തോതിലുള്ള വിപുലീകരണം നടക്കാനുള്ള സാധ്യത കുറഞ്ഞു. ഹബ് സൊസൈറ്റിയിൽ ജീവനക്കാരുടെ കുറവ് വളരെ കൂടുതലാണ്. ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഒഴിവ് പോലും നികത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് പ്രൊജക്ട് മാനേജ്മെന്റിനെ ബാധിച്ചു. വൈറ്റില മൊബിലിറ്റി ഹബ് സൊസൈറ്റിക്ക് ഈ വലിയ പ്രൊജക്ട് നടപ്പാക്കാൻ ആവശ്യമായ എക്സ്പെർട്ടൈസ് ഇല്ല എന്നും പറയപ്പെടുന്നു. ഈ പ്രശ്നങ്ങൾ കാരണം വൈറ്റില ഹബ് അതിന്റെ ആദ്യ വിഷനിൽ നിന്ന് ഒരുപാട് ദൂരെയായി. വലിയൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിട്ടും അത് നടപ്പാക്കാൻ കഴിയാതെ പോയത് വലിയൊരു ദുരന്തം തന്നെയാണ്. എക്സ്പാൻഷൻ നടക്കാത്ത സ്ഥിതി വന്നപ്പോൾ ഹബിന്റെ പരിപാലനം തീരെ മോശമായി. റോഡുകൾ തകർന്നു, എല്ലായിടത്തും ചെളി നിറഞ്ഞു. യാത്രക്കാരുടെയും ബസ് ഓപ്പറേറ്റർമാരുടെയും പ്രതിഷേധം കൂടിയതോടെ ഹബ് സൊസൈറ്റിക്ക് നിലവിലുള്ള സൗകര്യങ്ങൾ നന്നാക്കാൻ തീരുമാനിക്കേണ്ടി വന്നു. നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വൈറ്റില മൊബിലിറ്റി ഹബ് സൊസൈറ്റി 10 കോടി രൂപയുടെ ഒരു റെനോവേഷൻ പ്രൊജക്ട് തയ്യാറാക്കി. ഈ പണി കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിനെ ഏൽപ്പിച്ചു. ഹബിനുള്ളിലെ റോഡുകൾ ആകെ തകർന്നു കിടക്കുകയായിരുന്നു. വലിയ കുഴികളും ചെളിയും കാരണം യാത്രക്കാർക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇത് റിപ്പയർ ചെയ്ത് പുതിയ പേവർ ബ്ലോക്സ് വിരിക്കാനാണ് തീരുമാനിച്ചത്. ഉപയോഗിക്കാതെ കിടക്കുന്ന 5.5 ഏക്കർ സ്ഥലത്ത് ഒരു നേച്ചർ പാർക്കും വാക്സ്വേയും ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇതിന് 5.43 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 2 റിക്രിയേഷണൽ ഏരിയകളും ശില്പ ഗാലറിയും കളിസ്ഥലവും ഉണ്ടാകും. ഇരിപ്പിടങ്ങൾ, ലൈറ്റുകൾ, ഫാനുകൾ, ശുചിമുറികൾ, വേസ്റ്റ് ബിന്നുകൾ എന്നിവയെല്ലാം നന്നാക്കാൻ തീരുമാനിച്ചു. ഈ ചെറിയ നവീകരണ പദ്ധതി പോലും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരിതം. കരാർ കാലാവധി കഴിഞ്ഞിട്ടും പണി തീർന്നിട്ടില്ല. കഴിഞ്ഞ 1.5 വർഷക്കാലമായി നേരിട്ട ദുരിതങ്ങൾക്കൊടുവിൽ ഒരു മോചനം വന്നിരിക്കുകയാണ് ഇപ്പോൾ. യാത്രക്കാരുടെയും ബസ് ഓപ്പറേറ്റർമാരുടെയും നിരന്തരമായ പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും വിരാമമിട്ട് കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ഹബിലെ തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ഒടുവിൽ ആരംഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ 1.5 വർഷമായി ഹബിന്റെ പ്രധാന പാതകൾ വലിയ കുഴികളും വിള്ളലുകളും നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. ടൈൽ പാകിയ റൺവേയുടെ പല ഭാഗങ്ങളും മണ്ണിന്റെ ഉറപ്പില്ലായ്മ കാരണം താഴ്ന്നുപോയി. ചതുപ്പ് നിലത്തിൽ നിർമ്മിച്ച കേന്ദ്രമായതിനാൽ മണ്ണിന് ഉറപ്പില്ലാതെ പ്രതലം താഴ്ന്നു പോകുന്ന പ്രതിഭാസം ഇവിടെ പതിവായിരുന്നു. ഇന്റർസ്റ്റേറ്റ് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ശുചിമുറികളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും മോശമായ അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. റോഡുകളുടെ നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് മണ്ണിന്റെ ഭാരം താങ്ങാനുള്ള കഴിവ് പരിശോധിക്കുന്ന CBR ടെസ്റ്റ്, കാലിഫോർണിയ ബെയറിംഗ് റേഷ്യോ ടെസ്റ്റ് അധികൃതർ നടത്തി. ഭാവിയിൽ മണ്ണിന്റെ താഴ്ച തടയാനായി നിലവിലുള്ളതിലും ഉറപ്പുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ച് പ്രതലം ഒരുക്കുന്നുണ്ട്. റോഡിലെ മുഴുവൻ ടൈലുകളും മാറ്റി പുതിയത് സ്ഥാപിക്കും. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി യാത്രക്കാർക്കുള്ള സൗകര്യങ്ങളും വലിയ രീതിയിൽ മെച്ചപ്പെടുത്തുന്നുണ്ട്. പ്രധാന റോഡ് നന്നാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ വലിയൊരു പ്രകൃതി സൗഹൃദ പദ്ധതിക്ക് തുടക്കമിടും. ഹബിലെ 13 ബസ് ബേകൾക്ക് പിന്നിലായി കണിയാമ്പുഴയുടെ തീരത്തുള്ള 5.5 ഏക്കർ സ്ഥലത്താണ് ഈ നേച്ചർ പാർക്ക് സ്ഥാപിക്കുന്നത്. യാത്രക്കാർക്ക് വിശ്രമിക്കാനും ഉന്മേഷം നേടാനും വേണ്ടിയുള്ള പച്ചപ്പുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആയിരിക്കും ഇത്. മൊത്തം 9.56 കോടി രൂപയാണ് ഈ വികസനത്തിനായി ചെലവഴിക്കുന്നത്. അതിൽ 5.43 കോടി രൂപ ഈ തുറന്ന സ്ഥലത്തെ സൗകര്യങ്ങൾക്കായി മാത്രം നീക്കിവെച്ചിരിക്കുന്നു. ഒരു ഗതാഗത കേന്ദ്രം എന്നതിലുപരി വൈറ്റില ഹബ് യാത്രക്കാർക്ക് ആശ്വാസം നൽകുന്ന ഒരു സുന്ദരമായ ഇടമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. വൈറ്റില മൊബിലിറ്റി ഹബിന്റെ 2ാം ഘട്ടം എന്ന വിഷൻ ഇന്നൊരു വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. ഇത് കൊച്ചിയിലെ ഗതാഗത സംവിധാനത്തിന്റെ മിസ്മാനേജ്മെന്റ് എങ്ങനെയായിരുന്നു എന്നതിന്റെ ഒരു തെളിവാണ്. ചീഫ് മിനിസ്റ്റർ അധ്യക്ഷനായ ഗവേണിംഗ് കൗൺസിൽ ഈ വിഷയത്തിൽ ഉടനടി ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ഹബ്ബ് സൊസൈറ്റിയെ ഒരു കമ്പനിയായി ഉടൻ രജിസ്റ്റർ ചെയ്യാൻ സർക്കാർ തീരുമാനമെടുക്കണം. എങ്കിൽ മാത്രമേ വലിയ വായ്പകൾ എടുക്കാൻ കഴിയൂ. ഹബ്ബിന്റെ വികസനത്തിനും മെയിന്റനൻസിനും ആവശ്യമായ പണം ഉടൻ അനുവദിക്കണം. കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ഏറ്റെടുത്ത നവീകരണ ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കണം. ട്രാഫിക് റീറൂട്ടിംഗ് പ്ലാൻ നടപ്പിലാക്കണം. ഹബ്ബിന്റെ പരിപാലനത്തിനായി ഒരു ശരിയായ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഉണ്ടാക്കണം. വൈറ്റില ഹബ്ബ് കൊച്ചിയുടെ ലൈഫ് ലൈനാണ്. ഈ ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബ് തകർന്നു പോകാൻ നാം അനുവദിക്കരുത്. ഒരു ട്രെൻഡ് സെറ്ററായി തുടങ്ങേണ്ടിയിരുന്ന ഈ പ്രൊജക്ട് ഇപ്പോൾ ഒരു മോശം മാതൃകയായി മാറാതിരിക്കാൻ അധികൃതരുടെ ശക്തമായ ഇടപെടൽ അത്യാവശ്യമാണ്. നമ്മുടെ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നന്ദി.